ഇന്ന് മെയ് മാസം 10-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ മെക്കോളായിലെ വിശുദ്ധനായ ഫാദർ ഡാമിയൻ്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു. 1840 ബെൽജിയത്തെ ട്രെമിലായിൽ ജോസഫ് ദ വൂസ്റ്റർ ഭൂജാതനാകുമ്പോൾ കുഷ്ഠരോഗത്തെക്കുറിച്ച് യൂറോപ്യൻ ജനത അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 49-ാം വയസ്സിൽ അദ്ദേഹം കുഷ്ഠരോഗബാധിതനായി മരിക്കുമ്പോൾ ഈ മാരക രോഗത്തെപ്പറ്റിയും മാനുഷിക സഹാനുഭാവത്തിന് ഈ രോഗത്തിൻ്റെ സംഹാരശക്തിയെ ശമിപ്പിക്കുവാനാവുന്നതിനെക്കുറിച്ചും ലോകമറിഞ്ഞിരുന്നു. കുടുംബത്തിൻ്റെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ജോസഫിന് 13-ാം വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സേക്രഡ് ഹാർട്ട്സ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു. 1864 ഡാമിയൻ എന്ന പേര് സ്വീകരിച്ച് പുരോഹിതനായി. കുഷ്ഠരോഗബാധിതരെ നാട് കടത്തി വേർപെടുത്തുന്നതിനായിട്ട് ഹവായി സർക്കാർ 1886 മൊളോക്കോ ദ്വീപിനെ തടവറയായി സ്ഥാപിച്ചു. സേക്രഡ് ഹാർട്ട്സ് ഓഫ് ജീസസ് ആൻഡ് മേരി സന്യാസ സമൂഹം മെക്കോളായിലെ രോഗികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് ഓരോ വർഷവും 3 മാസം വീതം സേവനം ചെയ്യേണ്ടതായ 4 പുരോഹിതരുടെ പട്ടികയുണ്ടാക്കി. അങ്ങനെ മെക്കോളായിലേക്ക് പോകുന്നതിന് നിയോഗിക്കപ്പെട്ട ഫാദർ പംഫീലെ രോഗബാധിതനായപ്പോൾ ഫാദർ ഡാമിയൻ ആ ദൗത്യം സസന്തോഷം സ്വീകരിച്ചു. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന കുഷ്ഠരോഗത്തിൻ്റെ ഭീകരത നിറഞ്ഞ മൊളോക്കോയിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 33. നേഴ്സ്, സർജൻ, ഉപദേഷ്ടാവ്, ആശ്വസിപ്പിക്കുന്നവൻ, കെട്ടിടം പണിക്കാരൻ, ശവപ്പെട്ടി ഉണ്ടാക്കുന്നവൻ, വക്കീൽ, ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൈദികൻ എന്നീ നിലകളിൽ ഒരേ സമയം പ്രയത്നിച്ചു. ഒരു വീടും സ്കൂളും അനാഥമന്ദിരവും അദ്ദേഹം തന്നെ നിർമ്മിച്ചു. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന സർക്കാർ സഹായം ജനങ്ങൾക്ക് ലഭ്യമാക്കി. പിന്നീട് മദർ മരിയന്ന കോപ്പ് സിറാക്കൂസിലെ ഫ്രാൻസിസ്കൻ കന്യാസ്ത്രീകളെ അവിടെ കൊണ്ടുവന്നു. 1885 തൻ്റെ സഹജീവികളോടുകൂടി ദൈവത്തെ പ്രതി ആ ഭീകരരോഗം പങ്കിട്ടപ്പോൾ ഫാദർ ഡാമിയൻ ആനന്ദിച്ചു. മരണം വരെ അവിരാമം അദ്ദേഹം തൻ്റെ ദൗത്യം തുടർന്നു. 1889 ഏപ്രിൽ 15 മൊളോക്കോയിലെ നായകൻ എന്ന് ജനം വാഴ്ത്തിയിരുന്ന ഫാദർ ഡാമിയൻ ഒരു കുഞ്ഞിനെ പോലെ മുഖത്ത് ഒരു പുഞ്ചിരിയുമായി കടന്നുപോയി. 1959 ഹവായി ഒരു സംസ്ഥാനമായപ്പോൾ US ക്യാപിറ്റോളിലെ സ്റ്റാറ്റ്യൂട്ടറി ഹാൾ പ്രതിനിധീകരിക്കുന്ന 2 പേരിൽ ഒരാളായി ഫാദർ ഡാമിയനെ തിരഞ്ഞെടുത്തു. 1995 ജൂൺ മാസം 4-ാം തീയതി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായും 2009 ഒക്ടോബർ 11 ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്കും ഫാദർ ഡാമിയനെ ഉയർത്തി. നിങ്ങളെ അത്യധികം സ്നേഹിക്കുകയും നിങ്ങളുടെയും നിങ്ങളുടെ ആത്മാക്കളുടെയും ക്ഷേമത്തിനും നിങ്ങളിൽ ഒരാളായി ജീവിക്കുവാനും മരിക്കുവാനും മടിക്കാത്ത പിതൃതുല്യനായ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ബിഷപ്പ് ലൂയിസ് മാർഗരറ്റ് ഫാദർ ഡാമിയനെ പറ്റി പറഞ്ഞത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളായി, ദൈവത്തിൻ്റെ ഭാഷയായി, ക്രിസ്തുവിൻ്റെ പകരക്കാരായിട്ട് ജീവിക്കുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.